ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഗതി എന്താകും എന്നുള്ളതിൽ വലിയ ആശങ്ക പല ലോകരാജ്യങ്ങൾക്കുമുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെല്ലാം വലിയ ഭയത്തിലാണ് കഴിയുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും സർവേകളും എല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഓരോ ദിവസവും അവിടെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന സാഹചര്യവും ബംഗ്ലാദേശിലുണ്ട്. നിരന്തരം ബംഗ്ലാദേശിൽ ആ വാർത്തകൾ പുറത്തു വരാറുണ്ട്. മാസ്സായിട്ടുള്ള കൺവേർഷൻ, അതായത് മതപരിവർത്തനം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വേറെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ മതപരിവർത്തനം നടത്തി ഇസ്ലാം ആവുക, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മരിക്കാൻ തയ്യാറാവുക എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അവിടെ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്നുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഇനി ഈ രാജ്യം, അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈ രാജ്യം വെറും ഒരു രാജ്യമല്ല, ഇസ്ലാമിക നിയമമുള്ള രാജ്യമാണ്. അത് മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ, അത് മാത്രം പാലിക്കുന്നവർ ഇവിടെ ഉണ്ടായാൽ മതി എന്നുള്ള ഒരു തിട്ടൂരം അവിടെ വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗ്ലാദേശിൽ രാഷ്ട്രീയ ചൂട് രൂക്ഷമായിരിക്കുകയാണ്. കടുത്ത പാർട്ടിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി വീണ്ടും വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ് ഹഷീൻ ഒരു വലിയ തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സെൻട്രൽ ഡെപ്യൂട്ടി അമീർ പ്രൊഫസർ മുജീബുർ റഹ്മാൻ വളരെ വിവാദപരമായിട്ടുള്ള പ്രസ്താവന നടത്തി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യത്ത് അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കിയിട്ടില്ല, എന്നാൽ ഇപ്പോൾ അടുത്ത പാർലമെന്റ് ഖുറാനെയും സുന്നത്തെയും അടിസ്ഥാനമാക്കിയുള്ള അള്ളാഹുവിന്റെ നിയമങ്ങൾ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമായി പ്രസ്താവിച്ചു. പത്മ നദിയുടെ തീരത്തുള്ള മദ്രസ മൈതാനിയിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുജീബുർ റഹ്മാൻ പറഞ്ഞു, ഭാവിയിൽ മനുഷ്യർ നിർമ്മിച്ച ഒരു നിയമവും രാജ്യത്ത് അംഗീകരിക്കപ്പെടില്ല. രാജ്യത്ത് ഇസ്ലാമിക നിയമം കാണണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളുടെ സഖ്യത്തിന് വോട്ട് ചെയ്ത് അതിന് വിജയിപ്പിക്കണമെന്നാണ് ഇപ്പോൾ വോട്ടർമാരോട് ഇയാൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് ശേഷം ബംഗ്ലാദേശിൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി വീണ്ടും പഴയതും സമൂലവുമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിലേക്ക് തിരിയുന്നതാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതിനായി ജമാഅത്തെ 11 പാർട്ടികളുമായി ശക്തമായ ഒരു രാഷ്ട്രീയ സഖ്യവും ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ അവർ മതത്തിന്റെ പേരിൽ വോട്ടുകൾ ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യനിർമ്മിത നിയമങ്ങൾക്ക് പകരം മതഭരണം വാദിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആക്രമണാത്മക തന്ത്രമാണ് ജമാഅത്തെ ഇസ്ലാമി പയറ്റുന്നത്. ഇത് രാജ്യത്തെ എന്നേക്കുമായി കൂപ്പുകുത്തിക്കുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വലിയ വിമർശനം അവിടെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്ത് തന്നെയായിരുന്നാലും ഇത് തന്നെയാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിരിപ്പ് എന്ന് ലോക രാജ്യങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. പോരാത്തതിന് ബംഗ്ലാദേശ് അസ്ഥിരപ്പെട്ട് നിൽക്കുക, പാകിസ്ഥാൻ അസ്ഥിരപ്പെട്ട് നിൽക്കുക, നേപ്പാൾ അസ്ഥിരപ്പെട്ട് നിൽക്കുക, ശ്രീലങ്ക അസ്ഥിരപ്പെട്ട് നിൽക്കുക, ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അസ്ഥിരപ്പെടുത്തി നിർത്തേണ്ടത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കുക. എങ്കിൽ മാത്രമേ ഇന്ത്യയെ നേരിടാൻ ഒരു സമയമെത്തുമ്പോൾ അമേരിക്കയ്ക്ക് ഈ 4 രാജ്യങ്ങളെയും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ പ്ലാനും ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളം.